കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. അതിനെപ്രകാരം പറയുന്നു: ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 6-ാം വചനം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വചനങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടത്തുള്ള ബെല്ലേക്ക് ക്ലിക്കുകയും ചെയ്യാൻ മറന്നുപോലെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു ഗാനം കേൾക്കാം. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം, എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങ, സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കും. സാധു ജ്ഞാനി ശോണിതന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കരകേറി നടവ് രക്ഷകേനൻ കാലുകൾക്കു ഏകമായി തീർന്നൻ പാതയിൽ ഞാൻ അനിനെ പോലൊടിടും. ആരുമേനിക്കില്ലെന്നും ഞാൻ ഏകനായി തീർന്നുവെന്നും മാനസത്തിലാദിപൂണ്ട് ഖേദിപ്പാൻ എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമാത്രേ. ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയായി ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂമിൽ കിടന്നാൽ. എന്നെ ഓർത്തു ദൈവദൂതർ വന്നി, ഏറ്റവും സ്നേഹച്ചൂടോ അപ്പവുമായി വന്നിടും. നാളെയെ കൊണ്ടൻ മനസ്സിൽ യവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. കാക്കകളെ വിചാരിപ്പിൻ, വിതയില്ല, കൊയ്ത്തുമില്ല, ദൈവമാവയ്ക്കായി വേണ്ടതെല്ലാം നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കു അവൻ ശോഭ നൽകുന്നു. പത്മോസീവിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല, സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള ദൈവവചനങ്ങൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയാലും അവരുടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കാനും മറന്നുപോകരുത്.